തോടും പുഴയും ഒന്നിക്കുന്ന തൊടുപുഴയിൽ ആഘോഷങ്ങളുടെ 7 ദിന രാത്രി ഇന്ന് സമാപിക്കുമ്പോൾ തൊടുപുഴയുടെ സ്വന്തം അപ്പൂക്ക എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ആസിഫിക്കാണ് ഞങ്ങളുടെ ഒപ്പം ഉള്ളത് കേട്ടോ. അപ്പൊ കലോത്സവത്തിന്റെ അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് പറയാമോ? ഇവിടെ തൊടുപുഴ എത്തിയപ്പോ കലോത്സവം ഞാൻ ഇങ്ങോട്ട് കയറി വന്ന മെയിൻ റോഡിൽ നിന്ന് തിരിയുമ്പോൾ തന്നെ ഏകദേശം എനിക്ക് ഒരു 1.5 കിലോമീറ്റർ മുന്നേ തന്നെ ആഘോഷങ്ങൾ കാണാൻ കഴിഞ്ഞു, ആൾക്കൂട്ടം കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം നോമ്പ് കാലമാണ്, നോമ്പ് സമയത്ത് ഇവിടെ ഉണ്ടാവാറുള്ള ഇത്രയും വലിയ ബഹളങ്ങളൊന്നും യൂഷ്വലി നമ്മൾ കാണാറില്ല. പക്ഷെ ആ നോമ്പിന്റെ ക്ഷീണമൊന്നും വകവെക്കാതെ ഇത്രയും വലിയൊരു കൂട്ടായ്മ, ഇത്രയും വലിയൊരു ആഘോഷത്തിന്റെ ഭാഗമായി നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഈ തൊടുപുഴ വെച്ച് നടക്കുമ്പോൾ ഈ കലോത്സവം ഈ സിനിമയായിട്ടൊക്കെ ഉള്ള ഒരു അനുഭവം ജസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കാം. അതായത് എങ്ങനെയുണ്ടായിരുന്നു കലോത്സവം? ശരിക്കും നമുക്കറിയാലോ, പണ്ട് മുതലേ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്. കലോത്സവത്തിൽ നിന്ന് തിളങ്ങുന്നവരാണ് സിനിമയിലേക്ക് എത്തിപ്പെടുന്നവർ. പിന്നെ കലോത്സവമായി ഒരു ബന്ധമില്ലാത്ത സിനിമയിലേക്ക് എത്തുന്നത് ഞങ്ങളെപ്പോലുള്ള അപൂർവമായ ആളുകളാണ്. അതും എനിക്ക് പല വേദികളും ഇതുപോലെ പോകാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ കോഴ്സും യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള നമ്മുടെ അസോസിയേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും തിരക്കാവുമ്പോൾ നമ്മൾ ഇന്ന് ഈ സ്റ്റേജിൽ നിർത്തിയിട്ടുള്ള കല എന്ന് പറഞ്ഞ അനുഗ്രഹം, അതിനെ നമ്മൾ കൈവിടാതിരിക്കുക. ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുന്ന സമയത്തും ഇതിനെ കൂടെ കൂട്ടുക. കല നിങ്ങൾ ഏത് കലയിലാണെങ്കിലും നിങ്ങളെ കലാകാരനെ മറക്കാതിരിക്കുക. ഇത് ജീവിതത്തിൽ എപ്പോഴും ഉള്ളത്. താങ്ക് യു.